എല്ലാവർക്കും നമസ്കാരം. പോഷൻ ട്രാക്കറിൻ്റെ അൺഇൻസ്റ്റാളേഷനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അതായത് പോഷൻ ട്രാക്കർ നമ്മുടെ ഫോണിൽ നിന്ന് എങ്ങനെയാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. പോഷൻ ട്രാക്കർ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത് പുതിയ അപ്ഡേഷനുകളൊക്കെ വന്ന ശേഷം പോഷൻ ട്രാക്കർ കൃത്യമായിട്ട് വർക്ക് അവതരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് പോഷൻ ട്രാക്കർ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് രീതികളുണ്ട്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതി ആണ് ഇവിടെ പറയുന്നത്. കാരണം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത ഉടനെ തന്നെ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ലെൻസിൻ്റെ ചിഹ്നത്തിൽ തൊട്ട് സെർച്ച് എന്നുള്ള ഭാഗം വരും. അവിടെ നമ്മൾ പോഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പോഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോഷൻ ട്രാക്കറിൻ്റെ ആപ്പ് ഇവിടെ കാണും. അതിൽ നമുക്കിവിടെ ഓപ്പൺ എന്നാണ് കാണുക. അൺഇൻസ്റ്റാൾ എന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഈ പോഷൻ ട്രാക്കർ എന്ന ഈ ഒരു പേരിൽ തൊട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ അൺഇൻസ്റ്റാൾ എന്നും കാണും, ഓപ്പൺ എന്നും കാണും. അതിൽ ഈ അൺഇൻസ്റ്റാൾ എന്നുള്ളതിൽ തൊട്ട് കൊടുക്കുക, എന്നിട്ട് അൺഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ അൺഇൻസ്റ്റാളിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അവിടെ അൺഇൻസ്റ്റാൾ ഓപ്പൺ എന്ന് മാറിയിട്ട് പകരം ഇൻസ്റ്റാൾ എന്ന് വരും. അപ്പോൾ ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പോഷൻ ട്രാക്കർ ഫോണിൽ നിന്നും അൺഇൻസ്റ്റാളായി. ഇനി നമുക്കത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റാൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഈ 0% 100% ആകും. ഓപ്പൺ എന്നുള്ളത് തെളിഞ്ഞു വരും. പിന്നീട് ബാക്കിയൊക്കെ മുമ്പത്തെ ഇൻസ്റ്റാളേഷൻ്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. 100% ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇൻസ്റ്റാളിംഗ് എന്ന് കാണിക്കും. അതിനുശേഷം ഇവിടെ ക്യാൻസൽ എന്ന് മാറിയിട്ട് ഓപ്പൺ എന്നാവും. നമ്മുടെ ഫോണിൽ ആപ്പ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് 3 തവണ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡൺ എന്നുള്ളത് കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് ഭാഷ സെറ്റ് ചെയ്യാനുള്ളതാണ്. സാധാരണയായിട്ട് ഇംഗ്ലീഷിലാണ് വരിക. നമുക്കത് മലയാളം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മലയാളം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തൊട്ട് താഴെ കൺഫേം എന്ന് കാണാം. കൺഫേം എന്നുള്ളതിൽ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പോഷൻ ട്രാക്കർ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.